ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു നമ്മൾ നേരെ കൊല്ലങ്കോട് താമരപ്പാടത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പം നേരെ വന്നു, ഇതാ ഏട്ടൻ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതാ, നമ്മൾ നേരെ കയറുകയാണ്. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ് സ്ഥലം, ഒരു രക്ഷയില്ല. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനൊക്കെ നമുക്ക് എത്രത്തോളം അവിടെ നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അവിടെ നിൽക്കാം കേട്ടോ. പാടം തന്നെയാണ്, പാടത്തിന് ദാ 4 പാടും വഴികളുണ്ട്, നല്ല വീതിയുള്ള വഴിയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിറയെ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. പൂക്കളും ചെടികളൊന്നും നമുക്ക് ടച്ച് ചെയ്യാനുള്ള അനുമതി ഇല്ല കേട്ടോ, തൊടരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ CCTV ക്യാമറയുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെടികളൊക്കെ നിറയെ പൂത്തിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ മല്ലികപ്പൂക്കൾ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, പിന്നെ സീനിക ഉണ്ട്, നമ്മളെ ചെണ്ടുമല്ലി ഉണ്ട്. അങ്ങനെ പല പല കളറിലുള്ള പൂക്കൾ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുക, അതിന് നടുവ് കൂടെ ഇങ്ങനെ നടക്കുക, അപ്പുറത്തും ഇപ്പുറത്തും പാടം. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇനി അതിൻ്റെ ഭംഗി ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. കൊല്ലങ്കോടിൻ്റെ ഭംഗി, താമരപ്പാടത്തിൻ്റെ ഭംഗി എന്നൊക്കെ ഞാൻ നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോസും റീൽസും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ റീൽസ് കണ്ടത് നമ്മൾ റിയലായിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ പാലക്കാട്ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടി കയറി ഇങ്ങ് പോകുന്നത്. എന്തായാലും പോകുന്നത് ഭാഗ്യമായി കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. അതൊന്ന് കാണാൻ പറ്റിയല്ലോ, അതല്ലേ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാണാൻ ആഗ്രഹമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുക എന്നുള്ളതാണല്ലേ നമ്മളെ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ഈവനിങ്ങിൽ വരികയാണെങ്കിൽ അത്ര ചൂടുണ്ടാവില്ല, അത്ര നല്ല സുഖത്തിൽ അപ്പോൾ അവിടെ ഇരിക്കുകയും ചെയ്യാം. കാരണം ഈവനിങ് എന്ന് പറയുന്നത് വെയിലൊക്കെ ചാഞ്ഞ് ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ഉള്ളൊരു സമയമായിരിക്കും. നമ്മൾ വന്നത് നട്ടു ഉച്ചയൊക്കെയാണ്, അപ്പോൾ പിന്നെ നമുക്ക് വെയിലിനെയും ചൂടിനെയും കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. എന്തായാലും വെയിലോ ചൂടോ ഒന്നും നമ്മൾ കാര്യമാക്കണില്ല കേട്ടോ, ആളുകൾ കുടയൊക്കെ ചൂടി നടന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വന്നൊരു സമയം അങ്ങനെ ആയി പോയി എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഏറുമാടം പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള കാണുന്ന വ്യൂ ആണ് കേട്ടോ അത്. എന്തായാലും അടിപൊളിയാണ്. ഇങ്ങനെ ചുറ്റുപുറം കാക്കുമ്പോൾ ആ മലകളൊക്കെ അപ്പുറത്ത് കണ്ട, അപ്പോൾ ആ മലയൊക്കെ അല്ലേ, ആ മലയൊക്കെ ഞാൻ ഇതേപോലെ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നടുവ് കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്നത്. അപ്പം തന്നെ ഞാൻ ഏട്ടനോട് പറയും നമുക്ക് ഇതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതങ്ങനെ റീലിൽ കണ്ടത് റിയലായിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മല്ലിക ചെടിയൊക്കെ നല്ല ഭംഗി, നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെയാണ്. പിന്നെ നല്ല നട്ടുച്ചയ്ക്ക് വീഡിയോ എടുത്തോണ്ടേ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി കരിഞ്ഞുണങ്ങിയെങ്കിലും വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളുകളുടെ ഇപ്പോൾ നട്ടുച്ചയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് കുറവൊന്നുമില്ല. പിന്നെ ആ ചേച്ചിമാരെ കണ്ടില്ലേ, അവരവിടുത്തെ പൂക്കളുടെ വിത്ത് ശേഖരിക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ. നമുക്കത് ടച്ച് ചെയ്യാനുള്ള അനുമതിയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.